വാപ്പ എന്ന് പറഞ്ഞൊരു സ്വപ്നം അല്ലെങ്കിൽ വാപ്പ എന്ന് പറഞ്ഞ സങ്കല്പം ഭയങ്കര അല്ലെ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ സംഭവം അത് ഭയങ്കര ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ആ ഒരു വാപ്പാനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ നിയന്ത്രണത്തെ തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഷാജാനൊക്കെ പറഞ്ഞ സത്യ. പക്ഷെ അങ്ങനെ നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും വിളിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവര് വിളിച്ചിട്ട് പിന്നെ അവരുടെ നെഞ്ചത്തോട്ട് കയറാൻ ചെന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ഷാജാൻക? എന്ന് പോകുമ്പോ തന്നെ ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ഒരു സങ്കല്പം എന്റെ മനസ്സിൽ ഇടിച്ചിട്ടാണ് ഞാൻ പോണം. നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത ഒരു കുരുക്ക് കാരണമാണ് നിങ്ങൾ അവിടെ എത്തിയത് എന്നുള്ളത് അത് അവർ മനസ്സിലാക്കുന്നില്ല. ആരെയും തെറി വിളിക്കാനുള്ള ലൈസൻസ് അല്ലല്ലോ സോഷ്യൽ മീഡിയ. 1-2 തവണയല്ല നിങ്ങൾ തൊപ്പിയുടെ അച്ഛനെ വിളിച്ചിട്ടുള്ളത്. ഞാൻ ചെക്ക് ചെയ്തിട്ട് തൊപ്പി അങ്ങനെ മലപ്പുറക്കാരെ കാക്കന്മാര് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള രൂപത്തിലാവാം. മലപ്പുറംകാരായിട്ടുള്ള കുറച്ച് കാക്കമാര് ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു കാര്യത്തിന് മലപ്പുറംകാരെ മുഴുവൻ കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. പക്ഷെ ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങൾ എല്ലാ വിലയും കളഞ്ഞു. ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ തെറി പറഞ്ഞതിന് എല്ലാവരോടും ഞാൻ സോറി കേൾക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ എന്റെ വാപ്പാക്ക് വിളിച്ചു ഞാൻ എന്തായാലും ഞാൻ വിട്ടു. സോഷ്യൽ മീഡിയയിൽ തെറി വിളിച്ചതിന് എന്റെ പ്രേക്ഷകരായിട്ടുള്ള എന്റെ ഫോളോവേഴ്സ് ഉള്ള ആളുകളോടൊക്കെ ഞാൻ എന്ത് പറയുന്നു? മാപ്പ് പറയുന്നു. പകരം തൊപ്പിക്ക് മാപ്പ് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളത്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. തൊപ്പി നിങ്ങളുടെ വാപ്പാക്കല്ല വിളിച്ചത്. തൊപ്പി വിളിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് തന്തയില്ലാത്തവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണത് എന്റെ വാപ്പാക്ക് വിളിച്ചതാണെന്നുള്ളത്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ 1-2 തവണ ഒന്നുകൂടി കാണണേ. വെറുതെ പ്രഷർ കൂടിയിട്ട് ആവശ്യമില്ലാതെ എടുത്തു ചാടരുത്. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. പിന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം 1 മില്യൺ ഫോളോവേഴ്സ് എനിക്ക് ഏകദേശം ഒരു വർഷത്തിനുള്ളിലാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ വീഡിയോ 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അത്ര ആയിട്ടുള്ളൂ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. 1.1 ആണല്ലേ? 1.1 മില്യൺ ആയിരുന്ന ആൾക്കുണ്ടായിരുന്നത്. ഒറ്റയടിക്ക് അത് 997K ആയിട്ട് ചുരുങ്ങി. എന്തുകൊണ്ട് ചുരുങ്ങി? നിങ്ങളുടെ സൽപ്രവൃത്തി കൊണ്ടാണ് ചുരുങ്ങിയത്. മൂപ്പർക്ക് വേണ്ടിയിട്ട് ഞാൻ മരിക്കാൻ വരെ ഞാൻ റെഡിയാ. പക്ഷെ നമ്മള് വളർന്ന കാലം അല്ലെങ്കിൽ നമ്മൾ വളർന്ന നമുക്ക് തന്ന സുഖങ്ങള്, നമുക്ക് തന്ന സംരക്ഷണങ്ങള്, നമുക്ക് ഒരുപാട് സംരക്ഷിച്ചിട്ടേക്കാൻ ഒരു മകന് വളർന്നു വരിക. അതിൽ ആ ഒരു വളർച്ചയില് വാപ്പ എന്ന് പറഞ്ഞൊരു സ്വപ്നം അല്ലെങ്കിൽ വാപ്പ എന്ന് പറഞ്ഞ സങ്കല്പം ഭയങ്കര